തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാനുസ്തുതി. എത്രയും മാതാവേ ഓർക്കണമേ. കനികളുടെ രാജ്ഞിയുടെ മാതാവേ മാതാവേ അപേക്ഷിക്കാതെ ദേവറും കേട്ടരണമേ. ആമേൻ. Oh,
പരിശുദ്ധമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായ എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 6 വാക്യങ്ങൾ 34 മുതൽ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിതാവ് എനിക്ക് നൽകിയവരെല്ലാം എൻ്റെ അടുത്ത് വരും. എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നതാണ് എന്നെ അയച്ചവരുടെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നതിനാലോ അവന് നിത്യജീവൻ ഉണ്ടാക്കണമെന്നതാണ് എൻ്റെ പിതാവിന്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. മടത്തേട്ട് കുടുംബവുമായി എനിക്ക് അടുത്ത് ബന്ധമുണ്ട്, പരിചയമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ അടുത്ത കൂട്ടുകാരനാണ് സിവിച്ചൻ്റെ വിവാഹം മുതൽ പലപ്പോഴായിട്ട് ഈ കുടുംബത്തിലെ ഓരോ തിരുക്രമത്തിലും പങ്കെടുക്കുവാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകമായി ഈ കൂദാശയം അർപ്പിക്കുന്നതിന് ഇവരോടൊപ്പം ഈ കുടുംബത്തോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. അപ്പോൾ ഇന്ന് ഈ കുഞ്ഞിന് ആദ്യ കുർബാന കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത്, ഈശോ ഈ മകളെ അധികം സ്നേഹിക്കുന്നു എന്ന കാര്യം പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. ഈശോയ്ക്ക് ഈ മകളോട് ഒത്തിരി സ്നേഹമുണ്ട്. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളുടെ ഉള്ളിലേക്ക് ഇന്ന് കടന്നു വരാൻ പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞത്. വിശുദ്ധ കൊച്ചരേസ്യ പുണ്യവതിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചരേസ്യ പറഞ്ഞത്, ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ച ദിവസമാണ്. ഈശോ എൻ്റെ അടുത്തേക്ക് ആദ്യമായിട്ട് കടന്നു വന്ന ദിവസമാണ്. ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ദിവസം. ഈശോ ആ വെള്ള അപ്പത്തിൽ ഈശോ തന്നെ കടന്നു വരുന്നത്. ഈശോ തൻ്റെ സർവ്വ മഹത്വവും മറച്ചു വെച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള അതിയായ ആഗ്രഹം കൊണ്ടാണ് ഈശോ പ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞത് പ്രകാരമാണ്, ഞാൻ ഈ കുഞ്ഞിനെ അത്യധികമായിട്ട് സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ധ്യാനിക്കുവാനായിട്ട്
പ്രാർത്ഥിക്കുവാനൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഇപ്രകാരം, നമ്മളെ ഓരോരുത്തരെയും കർത്താവ് അത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെയും ഇന്നും വിശുദ്ധ ബലിയോട് ചേർന്ന് നിന്നുകൊണ്ട്, ആരാധനയോട് ചേർന്ന് നിന്നുകൊണ്ട്, പള്ളിയോടും ഇടവകയോടും ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈശോ അത്രയധികം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമ്മളെ ഈശോയെ സ്നേഹിക്കുന്നതിനേക്കാളും 100 ഇരട്ടിയാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോയെ സ്നേഹിക്കാനായിട്ടുള്ള ഉള്ളിൽ ആഗ്രഹം നമുക്ക് തോന്നുന്നത്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പ്രകാരമല്ലേ പറയുന്നത്, എന്തെന്നാൽ അവനെ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവത്തിന് അത്രയും ഇഷ്ടമാണ്, ഈശോയ്ക്ക് അത്രയും ഇഷ്ടമാണ് നമ്മളെ ഓരോരുത്തരെയും. അപ്പോൾ ചാവറയച്ചൻ പറയുന്നുണ്ട്, മാമോദീസയിൽ കിട്ടിയ ദൈവപ്രസാദം ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്ന്. ചാവറയച്ചന് ഈ വിശുദ്ധ കുർബാന സ്വീകരണവും അതികുർബാന സ്വീകരണവും കുമ്പസാരവും എല്ലാം ഈ ഈശോയുമായിട്ട്, ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് കൂടുതൽ സാധിച്ചു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ജീവന്റെ അപ്പമാണ് നമ്മൾ സ്വീകരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ജീവനുള്ള ഈശോയാണ് അതിൽ ഉള്ളതെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഈശോയ്ക്ക് നമ്മളോട് സ്നേഹമുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യോഗ്യതയോട് കൂടിയിട്ട് ഈ അപ്പം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. യോഗ്യതയോട് കൂടിയിട്ട് ഈശോയെ സ്വീകരിക്കണമെന്നാണ്. അതിനാണ് കുമ്പസാരം വെച്ചിരിക്കുന്നത്. ഇന്ന് ഞാൻ ഇപ്പോഴും സേവനം ചെയ്യുന്നത് കോതമംഗലത്തടുത്തുള്ള ചെങ്കര നിർമ്മൽഗ്രാം ധ്യാനകേന്ദ്രത്തിലാണ്. അപ്പോൾ അവിടുന്ന് രാവിലെ വരുമ്പോൾ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇന്നലെ നമ്മുടെ കാൽവരി മൗണ്ട് ദേവാലയത്തിൽ, അവിടെ ആശ്രമത്തിൽ ഇന്നലെ വന്നിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ വികാരിയച്ഛനുമായിട്ട് ഇങ്ങനെ കൊച്ചിൻ്റെ അതിർവാനയ്ക്ക് പോകുക. അപ്പോൾ അതുകൊണ്ട് പ്രസംഗം പറയാനായിട്ട് അച്ഛനൊരു പോയിന്റ് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു പോയിന്റ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് പ്രകാരമാണ്. ഒരു കൊച്ചൻ അവൻ ആദികുർബാന സ്വീകരണത്തിൻ്റെ തലേ ദിവസം കുമ്പസാരിക്കാനായിട്ട് എല്ലാവരും കൂടുതൽ പോയി കുമ്പസാരിച്ച് തിരിച്ചു വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, തലേ ദിവസം ബന്ധുക്കാരും കൂട്ടുകാരും എല്ലാവരും കൂടെ വീട്ടിൽ വന്നൊരു ചെറിയൊരു ആഘോഷം കൂടെ ഉണ്ടല്ലോ വീട്ടിൽ. അങ്ങനെയൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവ കുമ്പസാരിച്ച കാര്യമൊക്കെ മറന്നു. കൂട്ടുകാരുമായിട്ട് വഴക്ക് കൂടുന്നതിൻ്റെ ഇടയ്ക്ക് 3-4 ചീത്തയൊക്കെയാണ് പറഞ്ഞത്. ഇത് വെച്ചിട്ട് വല്യപ്പം കേട്ടോണ്ടായിരുന്നു. വല്യപ്പം പറഞ്ഞു, ഇവരെ ഇപ്പം തന്നെ ഒന്നുകൂടെ കൊണ്ട് കുമ്പസാരിക്കുന്നു. എന്നിട്ട് 3-4 ചീത്ത വാക്കൊക്കെ പറഞ്ഞ്, അപ്പോൾ അവന് യോഗ്യതയോട് കൂടിയിട്ട് 100% അവന് യോഗ്യതയോട് കൂടിയിട്ടായിരിക്കും ഈശോയെ സ്വീകരിക്കണം എന്നുള്ള ആ ഉത്തമ ബോധ്യം ആ വല്യപ്പനുണ്ടായിരുന്നുള്ളൂ. വല്യപ്പൻ അപ്പനെ പറഞ്ഞുകൊണ്ട് കൊച്ചിനെ കൂട്ടിയിട്ട് പള്ളിയിലോട്ട് പറഞ്ഞു വിട്ടു. തകവടി പള്ളിയിലാണ്. പള്ളിയിൽ ചെന്ന് വികാരിച്ച് കുമ്പസാരിച്ച് തിരിച്ചു വന്നു. അയാൾക്ക് അച്ഛനാണ്, എവിടുത്തെ കാലഘട്ടത്തിൽ വികാരിച്ചില്ലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ്റെ പേര് ഞാനിവിടെ പറയുന്നു, കാര്യം തന്നെ പറഞ്ഞു എന്നാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ആ വല്യപ്പൻ്റെ ആ ശിക്ഷണം കൊണ്ട് ആ കുഞ്ഞ് ഇന്നിപ്പോൾ അച്ഛനായിട്ട് മാറി. അന്ന് പറയുകയാണ്, ആ കൊച്ചന് ചീത്ത പറഞ്ഞപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചോളൂ, അല്ലെങ്കിൽ അതിന് കുമ്പസാരിക്കാനും കൊണ്ടുപോയില്ലെങ്കിലും കുമ്പസാരത്തിന് ഇത്രയും പ്രാധാന്യമുള്ളൂ എന്ന് ആ കൊച്ചു മനസ്സിലാക്കും. അപ്പോൾ യോഗ്യതയില്ലാതെ കുർബാന സ്വീകരിക്കാമെന്നുള്ള രീതിയിലേക്ക് ആ കുഞ്ഞ് ചിന്തിച്ചു വളരും. അപ്പോൾ യോഗ്യതയോട് കൂടിയിട്ട്, ഏറ്റവും പരിശുദ്ധിയോട് കൂടിയിട്ട് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് കുമ്പസാരം വെച്ചിരിക്കുന്നത്. മനുഷ്യരിൽ തെറ്റുകളുണ്ടാവും, പോരായ്മകളെല്ലാം ഉണ്ടാകും. എന്നാൽ അത് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമ ചോദിച്ച് യോഗ്യതയോട് കൂടിയിട്ട് കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. ജീവിതം ഈശോ തിരുവചനത്തിൽ പ്രകാരം നമ്മൾ കാണുന്നത്, ഈശോ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കുവാനാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും നമുക്കും അതേ ദൗത്യമാണ്. ഈശോയുടെ ഇഷ്ടം നിർവഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. ഈശോ അതുകൊണ്ടാണ് നമ്മളെ എത്ര അധികം സ്നേഹിക്കുന്നത്. അപ്പോൾ ഈ പെൺമോള് വളർന്നു വലുതാകുമ്പോഴും ഈശോ അത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ട് ഈശോയുടെ ഇഷ്ടം ഞാൻ നിർവഹിക്കും എന്നുള്ളത് മോളെപ്പോഴും ആലോചിച്ചു. എൻ്റെ ഈശോയുടെ ഇഷ്ടം എന്താണ്, അതാണ് ഞാൻ നിർവഹിക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തയായിരിക്കണം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ചിന്തകളോടെ നമുക്ക് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ
എപ്പോഴെങ്കിലും യോഗ്യതയില്ലാതെ നമ്മൾ ഈശോയെ സ്വീകരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. ഇനിയുള്ള സമയങ്ങളിൽ എല്ലാം നമ്മൾ വിശ്വകുർബാന സ്വീകരിക്കുമ്പോൾ യോഗ്യതയോട് സ്വീകരിക്കുമെന്നുള്ള നല്ല തീരുമാനങ്ങളെടുക്കാം. പ്രത്യേകിച്ച് ഈ കുഞ്ഞിന് പരിശുദ്ധ അമ്മ വഴി ഈശോനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജീവിതായുധവും ദൈവികവുമായി കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പുറക്കിയ പ്രാർത്ഥന ശ്രമിക്കുകയും ചെയ്തു. ഉന്നതത്തിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ നീയും ദാനങ്ങൾ സ്വലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നീടാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എന്റെ പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാൻ നിശ്ചയമാ വിധിയിൽ വീഴാതെ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനീകും ഞാൻ ഏവം നാഥനരുൾ ചെയ്തു. അരുളിയ പോലെ നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ.
ഉള്ളിലും ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാഹിതരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിന്നെ ഞാനും ഏറെ സ്നേഹിക്കുന്നു. എന്റെ ഈശോ, എന്റെ സ്വന്തം ഈശോ, നിന്നെ ഞാനും ഏറെ സ്നേഹിക്കുന്നു. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, ഈശോടെ കൂടെ നടത്തിടണേ, ഈശോടെ കൂടെ നടത്തിടണേ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, ഈശോടെ കൂടെ നടത്തിടണേ, ഈശോടെ കൂടെ നടത്തിടണേ. കുഞ്ഞുനാൾ മുതൽ നിന്നെ കാണുവാൻ, സ്വീകരിക്കുവാൻ ഞാൻ കൊതിച്ചുപോയി. നിന്റെ മേനിയെ നോവിക്കാത്തൊരു പട്ടുമെത്ത ഞാൻ നെയ്തു ദൈവമേ. നിന്നിൽ ചേരുവാൻ, നിന്റേതാകുവാൻ ആശയോടിതാ കാത്തിരിപ്പു ഞാൻ. നിന്നിൽ ചേരുവാൻ, നിന്റേതാകുവാൻ ആശയോടിതാ കാത്തിരിപ്പു ഞാൻ. കന്യകമേരിയമ്മേ, കാവൽ മാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, ഈശോടെ കൂടെ നടത്തിടണേ, ഈശോടെ കൂടെ നടത്തിടണേ. ഇന്ന് തന്റെ ആദ്യ ഹോളി കമ്മ്യൂണിയൻ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിനോട് കൂടുതൽ അടുത്തു ചേർന്ന ഈ വിശുദ്ധ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കാളികളാകുന്നത് ഒരേ വലിയ അനുഗ്രഹമാണ്.
ഈ ദിവ്യദിനത്തിൽ ദൈവവചനം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഫലിക്കട്ടെ. ഞാനാണ് ജീവന്റെ അപ്പം, എനിക്ക് അടുത്തു വരുന്നവൻ വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ദാഹിക്കുകയുമില്ല. ആൻഡ്രിയ യേശുവിന്റെ അപ്പം ഏറ്റുവാങ്ങിയ ഈ മഹത്വപ്പെട്ട ദിനത്തിൽ ആ ആത്മീയ പാരമ്പര്യം ഒരു നാളും ഇല്ലാതാകാതെ നിലനിൽക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നല്ല തമ്പുരാനെ, അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കുമെന്ന്. നല്ല തമ്പുരാനെ, അങ്ങയുടെ ജീവനിലുള്ള, അങ്ങയുടെ ഉയർപ്പിലുള്ള വിശ്വാസത്താൽ അടിയുറച്ച് മുന്നോട്ട് നീങ്ങുന്ന ഈ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിലെ മകള് ഈ വിശ്വാസ പാരമ്പര്യം സ്വീകരിച്ചുകൊണ്ട് അങ്ങേ ഇന്ന് ആദ്യമായി സ്വീകരിച്ച് ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ പങ്കുകളിലേക്ക് അങ്ങ് കടന്നു വരണമേ. അവിടുത്തെ ആത്മാവിനെ അയച്ചുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഈ മാതാപിതാക്കന്മാരെയും കുടുംബത്തെയും ഇവിടെയും കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഈശോയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, സ്തുതിയായിരിക്കട്ടെ. മായാമഞ്ഞിൻ കൂടാരം, അതിൽ മിന്നാമിന്നി പൊൻതാരം, സ്നേഹം പെയ്യും രാവോരം, പല മോഹം നെയ്യും മന്ദാരം, മഴയുഞ്ഞാലാടും മേഘങ്ങൾ, കുളിരിറൻ തൂവൽ വീശുമ്പോൾ, മഴവില്ലിൻ വാതിൽ പാതി ചാരാൻ കൊതിക്കുന്നാരോ. കുരുന്നു കാലടിയിൽ ആരോ വിരുന്നു വരവായോ, മാതാവേകിയ പൊന്നും മുത്തിനും അഭയമായി തണലിടാം, അത്താഴത്തിനു മുന്നേ നിത്യം കനിവിനൊന്നായുരുകിടാം, മനസ്സുകൾ കോർത്തേ മലരാടും കൊമ്പിൽ കൂടുകൂട്ടി മയങ്ങാം മെല്ലെ.
മഞ്ഞിൻ കൂടാരം പല മോഹം നെയ്യും മന്ദാരം മഴയുഞ്ഞാലാടും മേഘങ്ങൾ കുളിരിറൻ തൂവൽ വീശുമ്പോൾ മഴവില്ലിൻ വാതിൽ പാതി ചാരാൻ കൊതിക്കുന്നാരോ മാറിവിൽ കുട നീർത്തും മാനസം തണലാക്കി കളിച്ചിരിയും കഥകളുമായി കുസൃതികൾ തൻ മധുരവുമായി ഒരമ്മക്കിളിയും രണ്ടോമൽ കുരുന്നും മാറിവിൽ കുട നീർത്തും മാനസം തണലാക്കി കണ്ടിനിയും മതിയായിവരെ പൊന്നിൻ കിരണമാം തിലകം തൊട്ടും കൊണ്ടേ ചിരികളുടെ മാത്രം ചിറകടിയുമാ കൊഞ്ചൽ മഴത്തു നെഞ്ചത്തുടിപ്പിൽ തേൻ ചിന്തി പറക്കും മാറിവിൽ കുട നീർത്തും മാനസം തണലാക്കി